കൂടുതൽ നേരം ആഹാരം ഉപേക്ഷിക്കുവാനുള്ള മിടുക്കാണോ ഉപവാസം? കൂടുതൽ സമയം ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ചാൽ ദൈവം എനിക്ക് പ്രത്യേക പരിഗണന നൽകുമോ? ഇന്ന് ഉപവാസം ഒരു ആത്മീയ മത്സരമായി പലർക്കും മാറിയിരിക്കുന്നുവെന്ന് എവിടെയോ കേട്ടതായി ഓർക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപവസിക്കും, പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവരോട് ഒരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ പെരുമാറും. അല്ലെങ്കിൽ സ്വന്തം അപ്പനോടും അമ്മയോടും സഹോദരരോടും അയൽക്കാരോടും ക്ഷമിക്കുവാനോ അവരുടെ കുറവുകൾ മറക്കുവാനോ തയ്യാറാകില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഉപവാസത്തിലാണ്. എന്ത് പറഞ്ഞാണ് ഈ ഉപവാസത്തെ വ്യാഖ്യാനിക്കുക? ഭക്ഷണമല്ല വർജിക്കേണ്ടത്, നീ നിന്നെ തന്നെയാണ്. നിന്റെ ശരീരത്തെ മാത്രം സ്പർശിക്കുന്നതല്ല ഉപവാസം, നിന്റെ ആത്മാവിനെ പിടിച്ച് കുലുക്കുന്ന ഒന്നാകണം. നിന്നിലെ കടും പിടുത്തങ്ങളെയും അകംഭാവത്തെയും പാടെ നശിപ്പിക്കുന്നതാകണം. നീ നിന്നെ മറന്ന് അപരനായി കുരിശിൽ പിടഞ്ഞു മരിച്ചവന്റെ മേൽവസ്ത്രം ധരിച്ച് അവനെ പോലെ രൂപാന്തരപ്പെടുവാനുള്ള അവസരമായി കാണണം ഉപവാസത്തെ. നിന്നിലെ എളിമയും വിനയവും ക്ഷമയും ഈശോയുടെ സാന്നിധ്യവുമാണ് നിന്റെ ഉപവാസത്തെ പ്രതിഫലിപ്പിക്കേണ്ടത്. ഈ നോമ്പുകാലത്ത് അർത്ഥപൂർണമായ ഒരു ഉപവാസം ആചരിക്കുവാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.